ദൈവത്തെ അറിയുന്നതിനുള്ള വഴികൾ. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം പാരഗ്രാഫ് 31-32. ഒരു മനുഷ്യന് ദൈവത്തെ അറിയണമെങ്കിൽ അവൻ ജീവിക്കുന്ന ഈ പ്രപഞ്ചത്തിലേക്കും അവനിലേക്കും തുറന്ന കണ്ണുകളോടെ നോക്കിയാൽ മതി. തുറന്ന കണ്ണുകളോടെ പ്രപഞ്ചത്തിലോട്ട് നോക്കുമ്പോൾ ദൈവമുണ്ട് എന്ന യാഥാർത്ഥ്യത്തിലോട്ട് എത്തിച്ചേരും. 13-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന സഭാ പണ്ഡിതനും ഫിലോസഫറുമാണ് വിശുദ്ധ തോമസ് അക്വിനാസ്. പ്രപഞ്ചത്തിന്റെ ചലനം, കാര്യക്ഷമത, താത്കാലികത, ക്രമം, സൗന്ദര്യം ഇവയിലൂടെ ദൈവത്തിനെ അറിയാൻ കഴിയും എന്ന് വിശുദ്ധ അക്വിനാസ് പഠിപ്പിച്ചിട്ടുണ്ട്. വിശുദ്ധ അക്വിനാസിന്റെ പഠനങ്ങൾ ഈ 21-ാം നൂറ്റാണ്ടിലും പ്രസക്തമാണ്. പ്രപഞ്ചത്തിന്റെ ചലനത്തിലൂടെ ദൈവമുണ്ട് എന്ന യാഥാർത്ഥ്യത്തിലോട്ട് എത്തിച്ചേരാം. എന്തെല്ലാം കാര്യങ്ങളാണ് ഈ പ്രപഞ്ചത്തിൽ ചലിക്കുന്നത് അല്ലേ? പൂക്കൾ വിടരുന്നു, ഇലകൾ കൊഴിയുന്നു, കിളികൾ പറക്കുന്നു. ഷാജി തന്റെ വീട്ടിൽ കിടന്നിരുന്ന ഒരു കല്ലിനെ വടികൊണ്ട് തട്ടി മുറ്റത്തേക്ക് ഇടുന്നു. ഇവയെല്ലാം ചലനങ്ങളാണ്. ഒരു ഇറ്റാലിയൻ പദം പഠിച്ചാലോ? മോട്ടൂസ്. മോട്ടോസ് എന്ന ഇറ്റാലിയൻ പദത്തിൽ നിന്നാണ് മോഷൻ എന്ന ഇംഗ്ലീഷ് പദവും ചലനം എന്ന മലയാള പദവും ഉണ്ടാകുന്നത്. ഈ മോട്ടോസ് എന്ന ഇറ്റാലിയൻ പദത്തിന് മാറ്റം എന്നും അർത്ഥമുണ്ട്. സ്ഥലം എയിലുണ്ടായിരുന്ന ഒരു വസ്തു സ്ഥലം ബിയിലോട്ടെത്തുമ്പോൾ അത് ചലനമെന്ന് നാം പറയുന്നു. എന്നാൽ ഓരോ വസ്തുവിനുണ്ടാകുന്ന മാറ്റവും ചലനത്തിൽ ഉൾപ്പെടുന്നു. ഉദാഹരണമായി, ഫ്രഞ്ച് അറിയാത്ത ഷാജി ഫ്രഞ്ച് പഠിച്ച് ഫ്രഞ്ച് അറിയുന്നവനായി മാറുന്നു. ഷാജിയുടെ ഡെസ്കിലെ കോപ്പയിലെ ചൂടുള്ള കാപ്പി തണുത്ത കാപ്പിയായി മാറുന്നു. ഇതെല്ലാം ചലനങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. അപ്പോൾ ബുദ്ധിയുള്ള മനുഷ്യരായ നിങ്ങൾ ഇവയെല്ലാം ചലിക്കുന്നത് എന്തുകൊണ്ട് എന്ന് ചിന്തിക്കുന്നു. എന്തുകൊണ്ട് പൂവ് വിരിയുന്നു? എന്തുകൊണ്ട് കിളികൾ പറക്കുന്നു? എന്തുകൊണ്ട് ഷാജിയുടെ വീട്ടിൽ സമാധാനമായി കിടന്നിരുന്ന കല്ല് മുറ്റത്തെത്തി? രണ്ട് വാക്കുകൾ മനസ്സിലാക്കിയാൽ എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടും. ആ 2 വാക്കുകൾ പൊട്ടൻഷ്യാലിറ്റി എന്ന സാധ്യതയും ആക്ച്വാലിറ്റി എന്ന യാഥാർത്ഥ്യവും. മടുക്കല്ലേ, നമുക്ക് ഉദാഹരണങ്ങളിലൂടെ പോകാം. സാധാരണ പറയാറില്ലേ, പഠിക്കാൻ നല്ല പൊട്ടൻഷ്യാലിറ്റിയുള്ള കുട്ടിയാവൻ, പക്ഷെ പഠിക്കുന്നില്ല. അതുകൊണ്ട് പഠിക്കുന്ന കുട്ടി എന്ന ആക്ച്വാലിറ്റിയിലോട്ട് അവൻ എത്തുന്നില്ല. അതുപോലെ ഷാജിക്ക് ഫ്രഞ്ച് പഠിക്കാനുള്ള സാധ്യത അഥവാ പൊട്ടൻഷ്യാലിറ്റി ഉണ്ട്. ഒരു ഫ്രഞ്ച് ടീച്ചറിന്റെ സഹായത്തോടെ ഷാജി ഫ്രഞ്ച് പഠിച്ചു എന്ന ആക്ച്വാലിറ്റിയിലോട്ട് എത്തുന്നു. ഷാജിയുടെ ഡെസ്കിലെ കോപ്പയിലെ ചൂടുള്ള കാപ്പിക്ക് തണുത്ത കാപ്പിയാകാനുള്ള പൊട്ടൻഷ്യാലിറ്റി ഉണ്ട്. കോപ്പയ്ക്ക് ചുറ്റുമുള്ള തണുത്ത എയർ കാരണം തണുത്ത കാപ്പിയായി എന്ന യാഥാർത്ഥ്യത്തിലോട്ട് കാപ്പി എത്തുന്നു. ഷാജിയുടെ വീട്ടിൽ കിടക്കുന്ന കല്ലിന് ഏത് നിമിഷവും മുറ്റത്തെത്താനുള്ളൊരു പൊട്ടൻഷ്യാലിറ്റി ഉണ്ട്. ഷാജി വടി കൊണ്ട് ആ കല്ലിനെ തട്ടുമ്പോൾ കല്ല് മുറ്റത്തെത്തി എന്ന ആക്ച്വാലിറ്റി സംഭവിക്കുന്നു. ഇപ്പോൾ നമുക്ക് മനസ്സിലായി, ഏതൊരു വസ്തുവും ചലിക്കുന്നതും അഥവാ മാറ്റം സംഭവിക്കുന്നതും ആ വസ്തുവിന്റെ പൊട്ടൻഷ്യാലിറ്റി ആക്ച്വാലിറ്റി ആകുമ്പോഴാണ്. ഒരു വസ്തുവും തനിയെ ചലിക്കുന്നില്ല. ചലിക്കാനായി അതിനൊരു സഹായം വേണം. ഷാജിക്ക് ഫ്രഞ്ച് തനിയെ പഠിക്കാൻ സാധിക്കില്ല. ഫ്രഞ്ച് ടീച്ചറുടെ അല്ലെങ്കിൽ ഫ്രഞ്ച് ബുക്കിന്റെ സഹായം വേണം. കോപ്പയിലെ ചൂടുള്ള കാപ്പി തണുക്കാൻ തണുത്ത എയറിന്റെ സഹായം വേണം. ഷാജിയുടെ വീട്ടിൽ കിടന്നിരുന്ന കല്ലിന്റെ മുറ്റത്തെത്താനുള്ള പൊട്ടൻഷ്യാലിറ്റി ആക്ച്വാലിറ്റി ആക്കിയത് വടി കൊണ്ട് തട്ടിയപ്പോഴാണ്. അപ്പോൾ വടിയാണോ പൂർണ്ണമായ യാഥാർത്ഥ്യം അഥവാ പ്യുവർ ആക്ച്വലൈസർ? അല്ല, വടിക്ക് തനിയെ ചലിക്കാൻ പറ്റില്ല. കല്ലിനെ തട്ടാനുള്ള വടിയുടെ ആ പൊട്ടൻഷ്യാലിറ്റിയെ ആക്ച്വാലിറ്റി ആക്കിയത് ഷാജിയുടെ കൈയാണ്. എങ്കിൽ പിന്നെ ഷാജിയുടെ കൈയാണോ പ്യുവർ ആക്ച്വലൈസർ? അല്ല, കൈക്ക് വടിയെ തട്ടാനുള്ള പൊട്ടൻഷ്യാലിറ്റിയെ ആക്ച്വാലിറ്റി ആക്കിയത് കൈയിലെ മസിലുകളാണ്. ഈ മസിലുകളെ ചലിപ്പിച്ചത് നെർവസ് സിസ്റ്റമാണ്. നെർവസ് സിസ്റ്റത്തിന് പുറകിൽ തലച്ചോറിലെ ന്യൂറോണുകളാണ്. അതിനും പുറകിൽ ഷാജിയുടെ ശരീരത്തിലെ അറ്റോമിക ഘടനയാണ്. എന്നാൽ ഈ ആറ്റംസും പ്യുവർ ആക്ച്വലൈസർ അല്ല. കാരണം ആറ്റംസ് ആയിരുന്നു പ്യുവർ ആക്ച്വലൈസർ എന്നുണ്ടെങ്കിൽ ഷാജി ഈ ലോകത്തിൽ നിന്ന് ഇല്ലാതായാലും ഷാജിക്ക് വീട്ടിലെ കല്ലിനെ മുറ്റത്താക്കാൻ കഴിയണം. ഷാജിക്ക് അതിന് കഴിയുന്നില്ല. അതുകൊണ്ട് കല്ല് മുറ്റത്തെത്താൻ ഇടയാക്കിയത് യഥാർത്ഥത്തിൽ ഒരു പൂർണ്ണ യാഥാർത്ഥ്യമായ പ്യുവർ ആക്ച്വലൈസർ ഉള്ളത് കൊണ്ടാണ് എന്ന് ബുദ്ധിയുള്ള ഒരു മനുഷ്യന് ചിന്തിക്കാനാകും. പൊട്ടൻഷ്യാലിറ്റി ഇല്ലാത്ത ദൈവം എന്ന പ്യുവർ ആക്ച്വലൈസർ. നിങ്ങളുടെ കൺമുന്നിൽ ഒരു വസ്തു ചലിക്കുമ്പോൾ പ്യുവർ ആക്ച്വലൈസറിൽ എത്താതെ പുറകിലോട്ട് അനന്തമായി അഥവാ ഇൻഫിനിറ്റായി കാരണങ്ങൾ വിശദീകരിച്ചാൽ പോരെ എന്ന് ചിന്തിച്ചേക്കാം. എന്നാൽ പ്യുവർ ആക്ച്വലൈസർ എന്ന കാരണത്തിൽ എത്താതെ ഇൻഫിനിറ്റായി വിശദീകരിക്കാൻ ശ്രമിച്ചാൽ നിങ്ങളുടെ കൺമുന്നിലെ വസ്തുവിന് ചലിക്കാനുള്ള സാധ്യതയില്ല. എന്തുകൊണ്ട്? ഉദാഹരണമായി, അനേകം ബോഗികളുള്ള ഒരു ട്രെയിൻ.
ഈ ട്രെയിൻ ചലിക്കണമെങ്കിൽ ഇൻഫിനിറ്റായി, അനന്തമായി ബോഗികൾ വെച്ചാൽ മതിയോ? എത്ര ബോഗികളുടെ എണ്ണം കൂട്ടിയാലും ട്രെയിൻ ചലിക്കില്ല. ട്രെയിൻ ചലിക്കണമെങ്കിൽ എല്ലാ ബോഗികളെയും കണക്ട് ചെയ്യുന്ന ഒരു എഞ്ചിൻ വേണം. വേറൊരു ഉദാഹരണം, ഒരു താറാവിനെ പെയിന്റ് ചെയ്യണമെങ്കിൽ പെയിന്റ് ബ്രഷിന്റെ നീളം അനന്തമായി, ഇൻഫിനിറ്റായി കൂട്ടിയാൽ മതിയോ? പെയിന്റ് ബ്രഷിനെ ചലിപ്പിക്കണമെങ്കിൽ പെയിന്റർ തന്നെ വേണം. മറ്റൊരു സംശയം നമുക്ക് വരാവുന്നത്, പ്രപഞ്ചം ഇവിടെ എപ്പോഴും നിലനിൽക്കുന്നില്ലേ എന്നതാകാം. ശാസ്ത്രം പറയുന്നു പ്രപഞ്ചത്തിന്റെ പ്രായം 13.7 ബില്യൺ ഇയേഴ്സ് ആണെന്ന്. അതിനർത്ഥം പ്രപഞ്ചത്തിന് ഒരു ആരംഭമുണ്ട് എന്നല്ലേ? തെർമോഡൈനാമിക്സിന്റെ സെക്കൻഡ് ലോ പ്രകാരം കോപ്പയിലെ ചൂടുള്ള കാപ്പി തണുക്കുന്നത് പോലെ പ്രപഞ്ചം പതിയെ തണുക്കും എന്നാണ്. അങ്ങനെയെങ്കിൽ പ്രപഞ്ചത്തിന് തണുക്കാനുള്ള ഒരു പൊട്ടൻഷ്യാലിറ്റി ഉണ്ട്. പ്രപഞ്ചത്തിന് പ്യുവർ ആക്ച്വലൈസർ ആകാൻ കഴിയില്ല. ഇതിൽ നിന്നെല്ലാം നമ്മൾ എത്തിച്ചേരുന്നത് യാതൊരു പൊട്ടൻഷ്യാലിറ്റിയും ഇല്ലാത്ത, മാറ്റമോ മാറ്റത്തിന്റെ നിഴലോ ഇല്ലാത്ത പ്യുവർ ആക്ച്വലൈസറായ, ഫസ്റ്റ് അൺമൂവ്ഡ് മൂവറായ ദൈവത്തിലാണ്. മാറ്റമില്ലാത്തത് കൊണ്ട് ദൈവം കാലത്തിനും സമയത്തിനും അതീതനാണ്. സമയത്തിന് അതീതനായതുകൊണ്ട് ദൈവത്തിന് ആരംഭവും അവസാനവും ഇല്ല. അവിടുന്ന് അനശ്വരനാണ്, ആൻ ഇറ്റേണൽ ഗോഡ്.